Hi dears, welcome back to Xylem Learning. It's me, ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ അത്രയധികം ചെയ്തു നോക്കാത്ത ചില ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും കേട്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന ചോദ്യം, ഫോർ ഈച്ച് ഓഫ് ദി ലെങ്ത്സ് ബിലോ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ദാറ്റ് ആസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ശ്രദ്ധിച്ചോളൂ. ഒരു സമഭുജ ത്രികോണം, എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു സമഭുജ ത്രികോണമുണ്ട്. ആ സമഭുജ ത്രികോണത്തിന്റെ ഒരു സൈഡ് എ ആണ് എങ്കിൽ, മക്കളെ ശ്രദ്ധിച്ചോളൂ, ഒരു സൈഡ് എ ആണ് എങ്കിൽ അതിന്റെ എല്ലാ സൈഡും എ ആയിരിക്കും. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. ഇതിന്റെ ഹൈറ്റ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് √3a/2. ഈ കാണുന്ന സൈഡ് എ ആണ് എങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? √3a/2 ആയിരിക്കും. ഇതിന്റെ പരപ്പളവ് √3a²/4 ആയിരിക്കും. ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരുള്ളൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താ? ഒരു ട്രയാങ്കിളിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് 10 ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് √3 × 10/2. 10/2 എന്നാൽ 5 ആണ്. സോ 5√3 എഴുതാം. ഇതാണ് ഹൈറ്റ്. ഇതിന്റെ പരപ്പളവോ, ഏരിയ എന്ന് പറഞ്ഞാൽ √3 × a². a² എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ /4. അപ്പം 10ന്റെ സ്ക്വയർ 100. 100/4 എന്നാൽ എത്രടാ? 100/4 25. സോ √3 × 100/4 സമം 25√3. ഇത്ര എഴുതിയ ഫുൾ മാർക്കാ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമായിട്ട് നിങ്ങളോട് ചോദിക്കുക ഈ ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ആണല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. ഇതന്നെ നിങ്ങൾക്ക് എക്ക് പകരം 5 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 5 കൊടുക്കുക, അതായത് ഇവിടെ 5 കൊടുക്കുക, 5/2. അപ്പം 5√3/2 എന്ന് എഴുതിയാൽ മതി. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 5√3/2. ഏരിയ എത്രയാണ്? 5². അപ്പൊ 25√3/4. അതാണ് അതിന്റെ ആൻസർ. ഇതിനകത്ത് √3 ആണെങ്കിലോ, ഇതും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ √3a/2 ആണ്. സോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും? √3 ഒരു സൈഡ് √3. സോ √3 × √3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. √3 × √3 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3 ആണ്. സോ 3/2 വരും. ഇതിന്റെ ഏരിയയോ √3a²/4 ആണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ √3a²/4. ഈ കാണുന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ രണ്ട് ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട. സോ എന്ത് കിട്ടും? √3a²/4. √3 × a² എന്ന് പറഞ്ഞാൽ √3ന്റെ സ്ക്വയർ/4. സോ 3√3/4. ഇതാണ് ഇതിന്റെ ഏരിയ. ഇത്ര ചെയ്താൽ നിങ്ങളിത് പഠിച്ചു. ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയത്, സെയിം ഐഡിയ ഉപയോഗിച്ചുകൊണ്ട്. അഥവാ ഒരു റെഗുലർ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ടാവും? ഇവിടെ 6 സൈഡ് ഉണ്ടാവും. ഇതുപോലൊരു ചിത്രം തന്നുകൊണ്ട് ഇതേ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. മക്കളെ, ഈ കാണുന്ന ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ കാണുന്ന ചോദ്യത്തിന്റെ അകത്ത് 3 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഞാൻ വരക്കുന്നത് നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. 1 2 3 4. ഞാൻ 3 6 എണ്ണം. 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കാണാൻ പറ്റും. കാരണം ഈ കാണുന്ന എല്ലാ ആംഗിളും എത്ര ഡിഗ്രിയാണ് വരുന്നത്? 6 - 2 × 180. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 180. ദാറ്റ് ഈസ് ഈക്വൽ ടു 400 720. 720 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 12. 120 ഡിഗ്രി കിട്ടും. ഓരോ ആംഗിളും 120 ഡിഗ്രി കിട്ടും. സോ ഈ കാണുന്ന ആംഗിൾ 60, ഈ കാണുന്ന ആംഗിൾ 60, ഈ കാണുന്ന ആംഗിൾ 60, ഈ കാണുന്ന ആംഗിൾ 60. അപ്പൊ എല്ലാ ആംഗിളും എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അങ്ങനെ 6 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കൂടി ചേർന്നതാണ് ഒരു റെഗുലർ ഹെക്സഗൺ അഥവാ സമ പഞ്ചഭുജം എന്ന് പറയുന്നത്. പഞ്ചഭുജം അല്ലേ? സമ ഷഡ്ഭുജം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ. അപ്പോൾ ഇതിന്റെ ഏരിയ കാണാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്കറിയാം ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ √3a²/4 ആണല്ലോ. അങ്ങനത്തെ 6 എണ്ണത്തിന്റെ പരപ്പളവ് 6 × √3a²/4 ചെയ്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് 6നെയും 4നെയും കട്ട് ചെയ്തിട്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ 3√3a²/2 എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു നോക്കാം. ഇതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ചോദ്യം എന്താ? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ വിത്ത് ലെങ്ത് ഓഫ് സൈഡ് 6 സെന്റിമീറ്റർ. ഇതിന്റെ സൈഡ് 6 സെന്റിമീറ്റർ ആയിട്ടുള്ള ഇതിന്റെ പരപ്പളവ് കാണാൻ. സോ ഇതിന്റെ ആൻസർ 6 × √3 × a² എന്ന് പറഞ്ഞാൽ 6²/4. അപ്പോൾ എത്ര കിട്ടും? വേണമെങ്കിൽ 6 × √3 × 36/4. 36നെയും 4 നമ്മൾ കട്ട് ചെയ്യാലോ. 34 എത്ര? 4 ഉണ്ടടാ.
9. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരിക? ഇവിടെ നിങ്ങൾ കാണുന്നില്ല അല്ലേ ആൻസർ. സോ 36. അപ്പോൾ 6 × 9 9 6 എത്ര? 9 6 64 9 6 54 54√3 സെന്റിമീറ്റർ സ്ക്വയർ. ആണ് ഇതിൻ്റെ ഐഡിയ. 54√3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ചോദ്യമൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യനും കൂടി ഈ ടോപ്പിക്കുന്നുണ്ട്. ഒറ്റ ടോപ്പിക് കൂടി എല്ലാവരും ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം പഠിച്ചു, അതോടൊപ്പം തന്നെ റെഗുലർ ഹെക്സഗണും പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സൈഡാണ് ഒരു ട്രയാങ്കിൾ തന്നതെങ്കിൽ അതിൽ നിന്നും എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? അങ്ങനത്തെ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. ഏരിയ = √. ഇത് വരാൻ ചാൻസ് കുറവാട്ടോ, പക്ഷെ എന്നാലും പഠിച്ചു വെച്ചോളൂ. 5ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. S - B × S - C. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്താണ് എസ് എന്നുള്ളത്. എസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ഈ കാണുന്ന 3 സൈഡും കൂട്ടുക. ഇത് A, ഇത് B, ഇത് C. അതിൻ്റെ പകുതി എടുത്താൽ മതി. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മുടെ ചോദ്യത്തിൽ എന്ത് തരും? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തരും. 4 5 7. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തരും. 4 5 7. എന്നിട്ട് ഇതിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യം എസ് കണ്ടുപിടിക്കാം. എല്ലാം കൂടി കൂട്ടുക. 4 + 5 + 7 16. അതിന്റെ പകുതി ഇതാണ് എസ്. എന്നിട്ട് ഏരിയ കാണാൻ എന്ത് ചെയ്തത്? √S × S - A × S - B × S - C ആണ് ഐഡിയ. അപ്പോൾ എന്ത് കിട്ടും? √S എന്ന് പറഞ്ഞാൽ 8, S - A എന്ന് പറഞ്ഞാൽ 8 - 4. ഓരോ സൈഡും കുറയ്ക്കാം. 8 - 5 ആൻഡ് 8 - 7. അപ്പോൾ എന്ത് കിട്ടും? √8 × 8 4 = 4, 8 5 = 3, 8 4 = 1. ഇങ്ങനെ കിട്ടും. √8 × 4 × 3 × 1. √8 × 4 × 3 × 1. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും സിമ്പിളായുള്ള വഴി ഈ കാണുന്ന നമ്പറിനെ ഏറ്റവും ചെറിയ ഫാക്ടറുകളായിട്ട് തിരിക്കാം. √8 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 × 2 × 2 എന്ന് എഴുതാം. 2 × 2 × 2. ഇനി എനിക്ക് 4 × 2 എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. 4 × 2. അതായത് ജോഡികളാക്കുക ചെയ്യുന്നത്. ഈ കാണുന്ന റൂട്ടിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം √7 × 7 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 7. അപ്പോൾ റൂട്ടിനകത്ത് ഒരേപോലെ 2 നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെ പുറത്തെടുക്കാം. അപ്പോൾ √8 നമുക്ക് വേണമെങ്കിൽ 8നെ 4 × 2 എന്ന് എഴുതാം. 4 അങ്ങനെ തന്നെ എഴുതാം, കാരണം ഓൾറെഡി ഒരു 4 അവിടെ ഉണ്ട്. 3 നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തന്നെ എഴുതി. 1 അവിടെ എഴുതണമെന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 4 ഉണ്ടെങ്കിൽ അതിൽ ഒരു 4നെ പുറത്തെടുക്കാം. √2. എന്നിട്ട് റൂട്ടിൻ്റെ ഉള്ളിലുള്ള നമ്പറിനെ ഗുണിക്കുക. 2 × 3 6. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 3 സൈഡുകൾ ഉണ്ടെങ്കിൽ ആ 3 സൈഡിനെയാണ് ABC എന്ന് വിളിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ 3 സൈഡും കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കാം. എസ് എന്നാൽ A + B + C/2. നമുക്ക് 8 കിട്ടും. സോ ഏരിയ = √8 × 8 - 4 × 8 - 5 × 8 - 7. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറിനെ ഒരേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഐഡിയ കിട്ടും. ആൻഡ് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഇത് കാണാൻ ഞാൻ ചെയ്ത 4 13 15 വേഗം ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ. 4 13 15 4 13 15. ആദ്യം എസ് കണ്ടുപിടിക്കാം. 32 കിട്ടും. എല്ലാം കൂടി കൂട്ടി അങ്ങനെ 32. അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ √S × S എന്നാൽ 32. ആദ്യം 32 4 കുറയ്ക്കാം. അപ്പോൾ 28. 32 ഇത് 32 പകുതി എടുക്കണടാ. ദാറ്റ് ഈസ് 16. സോ 16 × 16 4 = 12, 16 13 = 3, 16 15 = 1. ഇതിനെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം. അങ്ങനെ 16 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് 4 എന്ന് എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 × 4 എന്ന് എഴുതാം. 4 × 4. 12 നിങ്ങൾക്ക് എന്ത് എഴുതാം? 4 × 3 എന്ന് എഴുതാം. അടുത്ത 3 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3 എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ കാണുന്ന നമ്പറും ഈ കാണുന്ന നമ്പറും 2 ഉണ്ട്. സോ 1 പുറത്തെടുക്കാം. ഇൻറ്റു ഈ കാണുന്ന നമ്പർ 1 പുറത്തെടുക്കാം. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ √4 ആണ് ഒറ്റക്കുള്ളത്, അതിനെ റൂട്ടിലാക്കാം. അപ്പോൾ നമുക്ക് √4 പറഞ്ഞാൽ ഓൾറെഡി അറിയാം. √4 പറഞ്ഞാൽ 2 ആണ്. സോ 12 × 2 24 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ പാർട്ട് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാം ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രേ ചോദിക്കുള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് A+ നഷ്ടപ്പെട്ടെല്ലാം പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എടുത്തു തന്നത്. ഇനി എന്ത് ചെയ്യണം? ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ മാർക്ക് വാങ്ങണം കേട്ടോ. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് ലേണിംഗ്. പ്രിയപ്പെട്ട മക്കളെ, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഉഷാറായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിന് കുറച്ചുകൂടി സൂപ്പറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ തന്നുകൊണ്ട് നമുക്ക് പഠിക്കാം. ഈ കാണുന്ന ഭാഗം യൂട്യൂബിൽ ഇട്ടാത്തത് കൊണ്ടാണ് പല ആളുകളും ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. സോ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഒന്ന് പറ്റുന്ന ആൾക്കാർ പഠിക്കുക, അല്ലാത്ത ആൾക്കാർ സ്കിപ്പ് അടിച്ചോ. എന്തായാലും 9ാം ക്ലാസ്സിലേക്ക് ഒന്ന് ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക.